പത്തനംതിട്ടയിൽ 4 പേരുടെ മരണത്തിനിടയാക്കിയ അപകടത്തിൽപ്പെട്ട വാഹനമാണ് ഇപ്പോൾ നമുക്ക് പിന്നിലായി കാണുന്നത്. ഈ വാഹനത്തിൽ മോട്ടോർ വാഹന വകുപ്പിൻ്റെ പ്രാഥമിക പരിശോധന നടന്നു കഴിഞ്ഞു. സാർ, എന്താണ് നിലവിൽ ആദ്യഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും? ഈ അപകടത്തിൻ്റെ കാരണം നമ്മൾ വിലയിരുത്താൻ ശ്രമിക്കുമ്പോൾ നമുക്ക് മനസ്സിലായത് 4 മണിക്കാണ് ഈ അപകടം നടന്നിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എയർപോർട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തൊരു യാത്രയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു 3 മണിക്കൂർ മുമ്പ് ഈ യാത്ര സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ 1 മണി. അപ്പോൾ യഥാർത്ഥത്തിൽ ആ സമയം മുതൽ നമ്മൾ ഉറക്കം സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ ആ ഉറക്കത്തിനെ അവഗണിച്ചാണ് ഈ യാത്ര തുടങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ ഒരു ട്രെയിൻഡ് ഡ്രൈവറാണെങ്കിൽ അവർ നേരത്തെ കിടന്നുറങ്ങും അല്ലേ? അവരങ്ങനെ കിടന്നുറങ്ങി ആ ക്ഷീണം മാറ്റിയിട്ടേ അവർ വരുത്തുള്ളൂ. പക്ഷേ അത് അവരുടെ ജോബിൻ്റെ ഭാഗമാണ്. സേഫും സെക്യൂരിറ്റി അവർ നോക്കിയിട്ടേ ചെയ്യത്തുള്ളൂ. ഇവിടെ സ്വന്തം വാഹനമായതുകൊണ്ട് ആ സമയം കൂടെ ശ്രദ്ധിക്കുക. അവർ വിളിക്കാൻ പോയ കാര്യങ്ങൾ അപ്പോൾ അവർക്ക് സേഫായിട്ട് കിടന്നുറങ്ങാനുള്ള സമയം കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ യാത്ര ചെയ്ത് വരുമ്പോൾ ആ ഉറങ്ങേണ്ട പീക്ക് ടൈമിലേക്കാണ്. അപ്പോൾ ശരീരം സ്വാഭാവികമായിട്ടും ഉറങ്ങാനുള്ള ടെൻഡൻസി കാണിക്കും. അപ്പോൾ നമ്മളുടെ ഒരു കോമൺ നേച്ചർ എന്ന് പറയുന്നത് നമ്മൾ ഒന്നീ ടൈം നോക്കും, അതല്ലെങ്കിൽ എത്ര കിലോമീറ്റർ വീട്ടിലേക്ക് കൊണ്ടു നോക്കും. ഇനി 1.5 കിലോമീറ്ററാണ് നമ്മുടെ വീട്ടിലേക്കുള്ളതെങ്കിൽ പോലും എന്ത് ചെയ്യണം? ഉറക്കം വന്ന് ആ സ്പോട്ടിൽ കിടന്നുറങ്ങുക. അതാണ് ഏറ്റവും ബെറ്റർ. എനിക്ക് പരിചയമുള്ള ഒരു ഡ്രൈവിംഗ് സ്കൂളിലെ ഒരു ട്രെയിനർ ഞങ്ങൾ ക്ലാസ് എടുത്തതാണ്. ഇങ്ങനെ ഉറക്കം വന്നു കഴിഞ്ഞാൽ ഉറങ്ങണമെന്ന് ക്ലാസ് എടുത്തതാണ്. അദ്ദേഹം എൻ്റെ ക്ലാസ് കേട്ടുള്ളതാണ്. ഈ അടുത്ത സമയത്ത് അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു, സാറേ എനിക്കൊരു അപകടം പറ്റി, എൻ്റെ വണ്ടിക്ക് 30,000 രൂപയുടെ പണി വന്നു, പക്ഷേ എനിക്കൊന്നും പറ്റിയില്ല. അന്ന് സാറ് പറഞ്ഞത് ഞാൻ കേട്ടിരുന്നെങ്കിൽ എനിക്ക് ഈ അപകടം ഒഴിവായതിന്. എൻ്റെ വീട്ടിലേക്ക് വെറും 1.5 കിലോമീറ്റർ ദൂരമുള്ളായിരുന്നു. ആ സമയത്ത് ഞാൻ പെട്ടെന്ന് വീട്ടിൽ ചെല്ലുമല്ലോ, ജസ്റ്റ് ഉറക്കം വരുന്നതല്ലയോ, അങ്ങനെ കരുതിയാണ് അദ്ദേഹം യാത്ര തുടർന്നത്. പക്ഷേ വീടിനടുത്ത് ഏകദേശം ഒരു 1-1.5 കിലോമീറ്റർ എത്തിയപ്പോൾ ആ വണ്ടി അപകടത്തിൽപ്പെട്ടു. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇത്തരത്തിൽ നമുക്ക് ഉറക്കം വന്നു കഴിഞ്ഞാൽ നമ്മളത് വണ്ടി എവിടെയെങ്കിലും മാറ്റിയിട്ടിട്ട് ഉറങ്ങുമ്പോൾ AC ഇട്ട് ഉറങ്ങുമ്പം ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കുക. ഒരു ഗ്ലാസ് അല്പം താഴ്ത്തി ഇട്ടിട്ട് ഉറങ്ങണം. ഫുൾ ക്ലോസ്ഡ് ആയിട്ട് കിടന്നുറങ്ങരുത്. അത് ഡേഞ്ചറാണ്. അപ്പോൾ ഇവിടെ സംഭവിച്ചത് അത്യാവശ്യം നല്ല സ്ട്രെച്ച് റോഡാണ്, നല്ല റോഡാണ്, നല്ല സ്പീഡിൽ വന്നിട്ടുണ്ടാവും. ഉറക്കം വന്നു കഴിയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും നമുക്കറിയാം നമ്മുടെ കാല് നല്ല വെയിറ്റ് കൂടും, ആക്സിലേറ്റർ അമരും, വന്ന സ്പീഡ് വീണ്ടും കൂടാനാണ് സാധ്യത കൂടെ. ഇവിടെ അപകടം സംബന്ധിച്ചത് ശബരിമല അയ്യപ്പന്മാർ വന്ന ഒരു ബസ്സുമായിട്ട് റൈറ്റ് സൈഡിലേക്ക് പോയാണ് ഇടിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഉറക്കത്തിൽ കൺട്രോൾ പോയി ആ വാഹനത്തിൽ ഇടിച്ചാണ്. നല്ല രീതിയിലാണ് ഇത് ഇടിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഒരു ബേസ് മോഡലാണ്. 2013 എയർ ബാഗ് ഒന്നും നിർബന്ധമില്ലാത്ത സമയമായിരുന്നു. അപ്പം അത്തരത്തിൽ എയർ ബാഗും ഇല്ല. സീറ്റ് ബെൽറ്റ് ധരിച്ചിരുന്നു കഴിഞ്ഞാലും നല്ല വേഗതയിലാണെങ്കിൽ അപകടം ഉണ്ടായാൽ, വേഗത കൂടുതലാണെങ്കിൽ, മിതമായ വേഗതയിലാണെങ്കിൽ സീറ്റ് ബെൽറ്റും തീർച്ചയായിട്ടും നമ്മൾ അപകടത്തിൽ നിന്ന് രക്ഷിക്കും. ഇവിടുത്തെ ഇമ്പാക്റ്റ് ഈ വാഹനം നോക്കിയാൽ അറിയാം. നല്ല രീതിയിൽ ഡ്രൈവർ കമ്പാർട്ട്മെൻറ്റിലേക്ക് ഫ്രണ്ട് പോർഷൻ കംപ്ലീറ്റ് വന്നിട്ടുണ്ട്. പിന്നെ അവിടുത്തെ ആ സീറ്റ് നോക്കിയാൽ അറിയാം, അപ്പുറത്തെ സീറ്റ് ബാക്കിലുള്ള ഡ്രൈവർ ഫ്രണ്ടിലേക്ക് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അതിനർത്ഥം ബാക്കിലുള്ളവരാരും സീറ്റ് ബെൽറ്റ് ധരിച്ചിട്ടില്ല. അപ്പോൾ ഇത്തരത്തിൽ ഈ തുടർച്ചയായിട്ടുണ്ടാകുന്ന അപകടത്തിൽ നിന്ന് നമ്മളെല്ലാവരും ഒരു ബോധത്തിലേക്ക് എത്തുക. ഡ്രൈവർ മാത്രമല്ല സീറ്റ് ബെൽറ്റ് ഉണ്ട്, മുഴുവൻ ആൾക്കാരും സീറ്റ് ബെൽറ്റ് ഇട്ട് യാത്ര ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുക. അമിത വേഗതയും ഒപ്പം ഉറങ്ങിപ്പോയതും ആകാം ഈ അപകടത്തിന് കാരണം. തീർച്ചയായിട്ടും ആ സമയം അതുപോലെയാണ്. ഒരു 4 മണി 3:30 സമയം ഓട്ടോമാറ്റിക്കായിട്ട് ഉറങ്ങാനുള്ള നമുക്കറിയാമല്ലോ, നമ്മൾ ഏറ്റവും കൂടുതൽ ഡീപ്പ് ഉറക്കത്തിലേക്ക് പോകുന്ന സമയമാണ് ഈ ടൈം. അപ്പോൾ അതൊരു പ്രധാന കാരണമാണ്. ഇപ്പോൾ ഇവിടുത്തെ ഈ കോ ഡ്രൈവർ സീറ്റ് ഫ്രണ്ടിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം ആ ബാക്കിലിരുന്ന ആൾ, അത്യാവശ്യം നല്ല വെയിറ്റുള്ള ആൾ, ഈ ഇടിയിൽ സഡനായിട്ട് വാഹനം നിന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അദ്ദേഹത്തിൻ്റെ ഇനേർഷ്യയിൽ, ആ മൊമെൻറ്റോ കൊണ്ട് ഇത് ഫ്രണ്ടിലേക്ക് വന്നിരിക്കുകയാണ്. ഹെഡ് റെസ്റ്റ് ഒക്കെ പോയിട്ടുണ്ട്. ആ മുഖമൊക്കെ അതേ വന്നിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നല്ല രീതിയിലുള്ള അപകടം ഞങ്ങൾ ബോഡി കണ്ടിട്ടില്ല. എനിവേ ഇത്തരത്തിൽ നമ്മൾ വളരെ സേഫായിട്ട്, വേഗത ഒരു പ്രധാന ഘടകമാണ്. അപ്പം നിയന്ത്രിതമായ വേഗതയിൽ വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ അപകടം നമുക്ക് ഒഴിവാക്കാം. അത് നല്ല റോഡായാലും ചീത്ത റോഡായാലും നമ്മൾ ഓടിക്കുന്ന ആളാണ് തീരുമാനിക്കേണ്ടത് അപകടം ഉണ്ടാക്കണോ വേണ്ടയോ എന്നുള്ളത്. അപ്പം നമ്മളുടെ ശ്രദ്ധയാണ് അപകടം ഉണ്ടായിരിക്കാനുള്ള പ്രധാന കാരണം. ഇനി വാഹനം നിങ്ങൾ വളരെ മോശമാണെന്നിരിക്കട്ടെ, ഇനി ബ്രേക്ക് കുറവാണെന്ന് തന്നെ ഇരിക്കട്ടെ, നമ്മൾ മനുഷ്യരല്ലേ, നമുക്കറിയാം ഇതിന് ബ്രേക്കില്ല, നമുക്ക് ശ്രദ്ധിച്ച് ഓടിച്ച് അപകടം ഉണ്ടാകത്തില്ല. എപ്പോഴും നമ്മുടെ അശ്രദ്ധയാണ്. ഏകദേശം 96% അപകടങ്ങൾക്ക് കാരണം മനുഷ്യനുണ്ടാക്കുന്ന വിവിധ തരത്തിലുള്ള കുഴപ്പങ്ങളാണ്. ബാക്കി ഇത്രയേ ഉള്ളൂ. 28% ടോട്ടലി നോക്കുമ്പം നമ്മളുടെ എന്താ പറയുന്നത്, മഴ, കാറ്റ്, വെയിൽ, അല്ലെങ്കിൽ റോഡിൻ്റെ പ്രധാനം. അതിൽ വാഹനങ്ങൾ ഉണ്ടാകുന്ന വെറും 8% വാഹനങ്ങൾ മൂലം ഉണ്ടാകുന്നത്. അതാണ് സ്റ്റഡിയിൽ മനസ്സിലാക്കിയത്. പക്ഷേ ടോട്ടലി നോക്കുമ്പോൾ 96% അപകടങ്ങൾക്കും കാരണം നമ്മൾ മനുഷ്യരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കൂടുതൽ അലർട്ടാവുക, കാൽനടക്കാരെ ശ്രദ്ധിക്കുക, സീറ്റ് ബെൽറ്റ് ധരിക്കുക, എയർ ബാഗുള്ള വണ്ടികൾ ചൂസ് ചെയ്യുക, വേഗത ക്രമീകരിക്കും. ഇതാണ് അപകടം ഉണ്ടാകുന്നത്. ഇരുന്നവർ സീറ്റ് ബെൽറ്റ് ഇട്ടിരുന്നെങ്കിൽ ഒരു പക്ഷേ കുറച്ച് ആഘാതം കുറയ്ക്കാൻ പറ്റുമായിരുന്നു. തീർച്ചയായിട്ടും കുറയ്ക്കാൻ പറ്റും. ഇവിടെ ഏത് രീതിയിൽ നോക്കിയാലും ഇത് നല്ല രീതിയിൽ സ്പീഡ് വിടാണ്ട് ഇത്രയും അകത്തേക്ക് കൂടി വരണമെന്നുണ്ടെങ്കിൽ ഈ ഹൈ വെലോസിറ്റി അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്. 1/2 MV² എന്നുള്ളതാണ്
അതിൻ്റെ ഇക്വേഷൻ. അതിന് v² ആകുമ്പോൾ തന്നെ നമുക്ക് ആലോചിക്കാവുന്നേ ഉള്ളൂ അതിൻ്റെ കൈനറ്റിക് എനർജി എത്രത്തോളം കൂടി വന്നിട്ടുണ്ടെന്നത്. സാധാരണ ഇത്തരത്തിലുള്ള ഞങ്ങൾ റോഡ് ചെക്കിങ്ങിൽ ഞങ്ങൾ നിരന്തരം കണ്ടിട്ടുണ്ട് വാഹനം ഇത്തരത്തിൽ കൺട്രോൾ തെറ്റിപ്പോകുന്നത്. ഞങ്ങൾ വാഹനം കൈ കാണിച്ച് നിർത്തി നോക്കുമ്പോൾ പലപ്പോഴും അവർ ഉറങ്ങിപ്പോകുന്നതാണ്. ഇപ്പോൾ ശബരിമലയിൽ തന്നെ ഞങ്ങളുടെ സേഫ് സോൺ പട്രോളിങ്ങിനിടെ നിരവധി തവണ അത്തരത്തിലുള്ള അപകടം രക്ഷിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊന്നും നമുക്ക് വീഡിയോ എടുത്ത് പൊതുജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയില്ല. ഇത്തരം ഒരു അപകടം ഉണ്ടാകുമ്പോഴാണ്. അപ്പം പലപ്പോഴും പറയും ഈ അപകടം ഉണ്ടാകുമ്പോഴാണോ ഞങ്ങൾ അങ്ങനെയല്ല. ഞങ്ങൾ ഈ അപകടത്തിൽപ്പെടാതെ ധാരാളം ആൾക്കാരെ രക്ഷപ്പെടുത്തുന്നുണ്ട്. ഈവൻ ഞാൻ ശബരിമലയിൽ സേഫ് സോൺ ഡ്യൂട്ടി ചെയ്തിരുന്ന പല സമയങ്ങളിലും അപകടകരമായിട്ട് വണ്ടി ഓടിക്കുമ്പോൾ ശ്രദ്ധയിൽപ്പെട്ട് കഴിയുമ്പോഴത്തേക്ക് ഞാൻ എൻ്റെ പെട്രോളിംഗ് വാഹനം ആ ഒരു ലൈനിൻ്റെ ഫ്രണ്ടിൽ പിടിക്കുകയും വളരെ സ്ലോയിൽ ഈ വാഹനം ഓടിക്കും. അപ്പോഴത്തേക്ക് ഒരു നല്ലൊരു ക്യൂ ജനറേറ്റ് ചെയ്യും. അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും ആ ഒരു വന്ന ഒരു ഈസിനെസ് അവർക്ക് വിടും. അവർക്ക് ടെൻഷനാവും, അല്ലെങ്കിൽ അവർക്ക് ദേഷ്യം വരും ചെറുതായിട്ടെങ്കിലും. അപ്പോൾ അപ്പോഴത്തേക്ക് അവരുടെ അലർട്ട്നെസ് കൂടും. അപ്പോൾ അങ്ങനെ ഒന്ന് കറക്റ്റായി കഴിയുമ്പം ഞാനങ്ങനെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. എനിക്കത് വളരെ സക്സസ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. പലപ്പോഴും ഇങ്ങനെ ഉറങ്ങിപ്പോകുന്ന ആൾക്കാരെ രക്ഷപ്പെടുത്താനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ നിരന്തരം ചെക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾ സേഫ്റ്റി ആസ്പെക്റ്റ് എപ്പോഴും നോക്കിയാണ്. പലപ്പോഴും ഡോർ തുറന്നിരിക്കുന്ന വാഹനങ്ങൾ ഞങ്ങൾ പുറകിൽ പോയി ഇത് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വീൽ കപ്പ് ഇളകി അത് വലിയ അപകടം ഉണ്ടാവും. തെറിച്ചൊരു ബൈക്കിൻ്റെ ഫ്രണ്ടിലേക്കൊക്കെ പോയാൽ വലിയ അപകടം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഞങ്ങൾ എല്ലാ രീതിയിലും ഈ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ നടത്താറുണ്ട്. പക്ഷേ അതൊന്നും ഇപ്പോൾ എല്ലാവരിലേക്കും എത്തത്തില്ല. ഇപ്പോൾ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത് ദൗർഭാഗ്യകരമാണ്. എനിക്ക് വീണ്ടും പറയാനുള്ളത് വാഹനത്തിൻ്റെ വേഗത നിയന്ത്രിക്കുക. ഈ വാഹനത്തിൻ്റെ അമിത വേഗവും ഒപ്പം ഡ്രൈവർ ഉറങ്ങിപ്പോയതുമാവാം ഈ അപകടത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ പ്രാഥമികമായി മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ അടക്കം പറയുന്നത്. ഈ വാഹനത്തിൽ ഇപ്പോൾ അവരുടെ പരിശോധന തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 2013 മോഡൽ സ്വിഫ്റ്റ് ഡിസയർ വാഹനമാണ്. അതുകൊണ്ട് തന്നെ ഈ വാഹനത്തിൽ എയർ ബാഗ് ഇല്ല എന്നുള്ളതാണ് പ്രാഥമിക ഘട്ടത്തിൽ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരടക്കം പറയുന്നത്. എന്താണെങ്കിലും അമിത വേഗവും ഡ്രൈവർ ഉറങ്ങിപ്പോയതുമാണ് ഇത്തരത്തിലൊരു അപകടത്തിലേക്ക് നയിച്ചത്. ഒരു കുടുംബത്തിലെ തന്നെ 4 പേരുടെ മരണത്തിനിടയാക്കിയത് എന്നുള്ളതാണ് പ്രാഥമിക കണ്ടെത്തൽ. ഈ വാഹനം ഇപ്പോൾ പത്തനംതിട്ട കൂടൽ പോലീസ് സ്റ്റേഷൻ്റെ കോമ്പൗണ്ടിലേക്ക് മാറ്റിയിരിക്കുകയാണ്. പത്തനംതിട്ടയിൽ നിന്നും അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.